ഒറ്റപ്പെട്ട ഒരു കേസാണെന്ന് തോന്നുന്നുണ്ടോ? ഒറ്റപ്പെട്ട കേസല്ല. സാധാരണഗതിയിൽ ആർക്കും തെറ്റുപറ്റാം. അങ്ങനെ വരുമ്പോൾ തിരുത്താനുള്ള അവസരം കൊടുക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ ആരും ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത് ഒരേ സമയത്ത് വന്ന ഈ 3 കാര്യങ്ങളും അതിൽ 3ലും കൃത്രിമം നടന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും പൊറുക്കാൻ പറ്റുന്ന ഒരു തെറ്റല്ല ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നതാണ്. ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിന് വേണ്ടി 35 ലക്ഷം രൂപ വകമാറ്റി എന്നതാണ് അവതരിപ്പിച്ച കണക്ക്. അങ്ങനെ വകമാറ്റേണ്ടി വരുമ്പോൾ പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ പറഞ്ഞ് കമ്മിറ്റി ചർച്ച ചെയ്ത് കമ്മിറ്റിയുടെ അംഗീകാരത്തോടു കൂടി മാത്രമേ പാടുള്ളൂ. പക്ഷെ ഒരിക്കൽ പോലും ഏരിയ കമ്മിറ്റിയിൽ ഇങ്ങനെ കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് തികയില്ല എന്നും തൽക്കാലം ഈ ധനരാജ് ഫണ്ടിൽ നിന്ന് വകമാറ്റണം എന്നും ആവശ്യപ്പെടുകയോ ചർച്ച ചെയ്യുകയോ തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ല. ഈ 2021 ഈ കണക്ക് ഏരിയ കമ്മിറ്റിയിൽ അവതരിപ്പിക്കുമ്പോഴാണ് ഇങ്ങനെ 35 ലക്ഷം ധനരാജ് ഫണ്ടിൽ നിന്ന് വകമാറ്റിയിട്ടാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത് എന്ന് പറയുന്നത് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ മനസ്സിലാക്കുന്നത്. എത്ര രൂപയാണ് ധനരാജ് ഫണ്ടായിട്ട് എത്ര രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നത്? ഏതാണ്ട് 1 കോടിയുടെ അടുത്ത്. 1 കോടി. അല്ല. ഈ ധനരാജ് ഫണ്ടും അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് 51 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് പുറമെ ഈ 35 ലക്ഷം കെട്ടിട നിർമ്മാണത്തിലേക്ക് വകമാറ്റി എന്ന് പറയുന്നുണ്ടല്ലോ, അതേറ്റവും ഒടുവിൽ ജില്ലാ കമ്മിറ്റി 40 ലക്ഷമായി വർദ്ധിപ്പിച്ചു. ധനരാജ് ഫണ്ടിൽ നിന്ന് കെട്ടിട നിർമ്മാണത്തിലേക്ക് മാറ്റിയത് 40 ലക്ഷമാണ് എന്ന് ജില്ലാ കമ്മിറ്റി പറയുകയാണ്. ഈ കണക്ക് അവതരിപ്പിച്ചവർ 35 ലക്ഷം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് ജില്ലാ കമ്മിറ്റി പറയുകയാണ് ഈ 40 ലക്ഷം ഏരിയ കമ്മിറ്റി ഫണ്ട് കണ്ടെത്തി തിരിച്ച് ധനരാജ് ഫണ്ടിലേക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ബാക്കി വരുന്ന 51 ലക്ഷവും ഈ കൊടുക്കാൻ ബാധ്യതയുള്ള 40 ലക്ഷവും കൂടി 91 ലക്ഷം റുപ്യ ഈ 2 ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുടുംബത്തിന് 18 ലക്ഷം രൂപ. അത് അതിന് പുറമെ വീട് നിർമ്മാണത്തിനുള്ള ഫണ്ട്. അതെ, അമ്മയുടെ പേരിൽ, 2 കുട്ടികളുടെ പേരിൽ, ഭാര്യയുടെ പേരിൽ, ഈ 4 പേരുടെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയി നൽകിയത് 18 ലക്ഷം രൂപ. ഈ വകമാറ്റി ചെലവിട്ടതും അല്ലെങ്കിൽ അടിച്ചുമാറ്റിയതുമായിട്ടുള്ള തുക വ്യക്തിഗതമായിട്ടാണോ പോയത്, അല്ല എന്തെങ്കിലും കൂട്ടായിട്ടുള്ള ആരെങ്കിലും ആണോ എടുത്തിരിക്കുന്നത്? ഒരാൾ എന്നുള്ള കണക്കുകൂട്ടൽ എനിക്കില്ല. അതിൽ ചിലരെല്ലാം അല്ല. അതിൽ അന്നത്തെ ഏരിയ സെക്രട്ടറി KP മധുവിനും പങ്കുണ്ട്. ടി.ഐ. മധുസൂദൻ്റെ കാലത്താണ് ഈ ഫണ്ട് പിരിക്കുന്നത്. 2016 ഞാൻ പറഞ്ഞല്ലോ, 2016 ജനുവരിയിലാണ് ഈ ഫണ്ട് പിരിവ് നടക്കുന്നത്. 2016 തന്നെയാണ്, 17 തന്നെയാണ് ഇത് കൊടുക്കുന്നത്. 2017 ഡിസംബർ മാസത്തിലാണ് ടി.ഐ. മധുസൂദൻ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറുന്നത്. അതുവരെ എല്ലാം കൈകാര്യം ചെയ്ത് ടി.ഐ. മധുസൂദനാണ്. അപ്പോൾ ആ നിലയിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏരിയ സെക്രട്ടറിക്കാണ്. പിന്നീട് KP മധു ഏരിയ സെക്രട്ടറിയായി വന്നു. അതിനുശേഷമുള്ള കാര്യങ്ങളിൽ KP മധുവിനും ഉത്തരവാദിത്വമുണ്ട്. നമ്മളിത് ഇതിനകത്ത് കുഞ്ഞികൃഷ്ണൻ നേരത്തെ ഒരു പരാതി പല ഘട്ടങ്ങളിലും പല നേതാക്കന്മാരായിട്ട് ഉൾപ്പെടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെടുത്ത് പങ്കുവച്ചിട്ടുണ്ട്. ഏതൊക്കെ നേതാക്കന്മാരെടുത്ത് എന്തായിരുന്നു അതിൻ്റെ ഒരു പ്രതികരണം? അല്ല, ഞാൻ സംസ്ഥാന പാർട്ടി സെക്രട്ടറി ആണല്ലോ, പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആൾ. സംസ്ഥാന സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ചെയ്തത്. ഈ 3 കാര്യങ്ങൾ സംബന്ധിച്ചും കൃത്യമായി വാക്കാൽ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനു പുറമെ രേഖാമൂലം ഇതെല്ലാം സംസ്ഥാന സെക്രട്ടറിക്ക് നൽകുകയും ചെയ്തു. കോടിയേരിയുടെ അദ്ദേഹം ഇവിടെ വന്ന് ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് അദ്ദേഹത്തിന് ഏകപക്ഷീയമായി തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. ജില്ലാ കമ്മിറ്റി ആണല്ലോ അത് സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടത്, ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും. അപ്പം അതിനുള്ള ഇടപെടൽ അദ്ദേഹം നടത്തി എന്നതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. കോടിയേരിക്ക് ശേഷം MV ഗോവിന്ദനുമായി സംസാരിച്ചിട്ടുണ്ട് വിഷയം. MV ഗോവിന്ദനുമായി ഈ ഫണ്ട് വിഷയം സംബന്ധിച്ച് സംസാരിച്ചിട്ടില്ല. കാരണം എന്നെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന്
മാറ്റിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ തീരുമാനം എടുത്ത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ സംസ്ഥാന കമ്മിറ്റിക്ക് ഒരു പരാതി കൊടുത്തിരുന്നു. അത് കോടിയേരി സെക്രട്ടറിയായി ഉള്ളപ്പോൾ തന്നെയാണ്. പിന്നീട് കോടിയേരി പോയി ഗോവിന്ദ മാഷ് സെക്രട്ടറിയായി വന്നതിന് ശേഷം ഞാൻ 2-3 തവണ ഗോവിന്ദ മാഷുമായി ബന്ധപ്പെട്ടു. ഞാൻ ഗോവിന്ദ മാഷോട് ചോദിച്ചൊരു ചോദ്യം എന്നെ പാർട്ടിക്ക് വേണ്ടേ എന്നത് മാത്രമാണ്. എന്താ അങ്ങനെ ചോദിക്കുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, പാർട്ടി ഏകപക്ഷീയമായി എന്നെ മാറ്റുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അതേ തുടർന്ന് ഞാൻ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ പാർട്ടിക്ക് എന്നെ വേണ്ടാന്നുള്ള നിലപാടാണ് കണ്ണൂരിലെ പാർട്ടി എടുത്തത്. അപ്പം അതുകൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റിക്ക് ഞാനൊരു പരാതി എന്നുള്ള രീതിയിൽ നൽകിയത്. അതിൻ്റെ മേലെ സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ ആ നിലയിൽ പിന്നീട് എം വി ഗോവിന്ദ മാഷ് ഉൾപ്പെടെ വന്ന് ചർച്ച ചെയ്തിട്ടാണ് പിന്നീട് ചില തീരുമാനങ്ങൾ ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നീട് ജില്ലാ കമ്മിറ്റിയിലേക്ക് ക്ഷണിക്കാൻ തീരുമാനിച്ചു. കഴിഞ്ഞ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു നിർണായക ഘട്ടത്തിലാണ് കുഞ്ഞുകൃഷ്ണൻ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തുറന്നു പറച്ചില്? പാർട്ടിക്കകത്ത് ഇത് നിരന്തരം ഉന്നയിച്ചിട്ടും പരിഹാരമാകുന്നില്ല എന്ന ഒരു ഘട്ടത്തിലാണ് ജനങ്ങളോട് തുറന്നു പറയുക എന്ന ഒരു നിലപാട് ഞാൻ സ്വീകരിച്ചത്. അതിന് ഒരു പുസ്തകം എഴുതുക എന്ന ഒരു രീതിയാണ് ഞാൻ അവലംബിച്ചത്. പാർട്ടിയുടെ പോക്ക് ശരിയായ രീതിയിലല്ല എന്നാണ് വിലയിരുത്തുന്നത്. പാർട്ടിയുടെ പോക്ക് ശരിയായ രീതിയിലല്ല എന്നതല്ല, പാർട്ടി നേതൃത്വത്തിൽ ഒരു വിഭാഗം, പാർട്ടി തന്നെ എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തെറ്റ് ചെയ്യുമ്പോൾ തിരുത്തിക്കാനുള്ള ഉത്തരവാദിത്വം പാർട്ടി സഖാക്കൾക്കാണ്, പാർട്ടി അണികൾക്കാണ് എന്നതാണ്. അപ്പോൾ അത് നിർവഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ പുസ്തകത്തിന് കൊടുത്ത പേര് നേരത്തെ പറഞ്ഞു, നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്നതാണ്. തിരുത്തൽ ശക്തിയായി മാറാൻ ഈ ഒറ്റയ്ക്ക് എങ്ങനെ കഴിയുമെന്നതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് അംഗീകരിച്ചുകൊണ്ട്, ഈ ഒരു സമീപനം ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു നിലപാട് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ്, കമ്മ്യൂണിസ്റ്റ് സംഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. അപ്പം അതുകൊണ്ട് യോജിച്ചു പോകാൻ. അതുപോലെ ഈ പയ്യന്നൂർ റൂറൽ ബാങ്കിന്റെ സ്ഥലം ഇടപാടിൽ അഴിമതി എന്ന് പറയുന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിരുന്നു. അന്നേരം ടി മസൂദനായിരുന്നു അതിന്റെ കമ്മിറ്റി ചെയർമാൻ. അതിൽ താങ്കൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും? കമ്മിറ്റി ചെയർമാൻ അയാളല്ല, അന്ന് ഏരിയ സെക്രട്ടറി അയാളാണ്. ഏരിയ സെക്രട്ടറിയുടെ നിയന്ത്രണത്തിലാണ്. എന്ത് നടന്നു എന്നുള്ളത് നമുക്ക് അറിയില്ല. സ്വാഭാവികമായിട്ടും 20 കോടി രൂപയാണ് അതിനു വേണ്ടി മുടക്കിയത്. ആ സ്ഥലത്തിന് വേണ്ടി മുടക്കിയത് 20 കോടി രൂപയാണ്. ജില്ലാ കമ്മിറ്റി നിശ്ചയിച്ച കമ്മീഷൻ വിലയിരുത്തിയത് ഈ 20 കോടി ഒരു മൃതമൂലധനമായി മാറിയിരിക്കുന്നു എന്നാണ്. ഉപയോഗിച്ച വാക്കതാണ്, മൃതമൂലധനമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ആ കമ്മീഷൻ ഉപയോഗിച്ച വാക്ക്. അതിലാർക്ക് എത്ര കമ്മീഷൻ എന്നതൊന്നും, സ്വത്ത് കച്ചവടം എന്നൊരു കമ്മീഷൻ സാധാരണഗതിയിൽ നടക്കുന്നതാണല്ലോ ബ്രോക്കറേജ് എന്ന് പറയുന്നത്. അതിനാർക്കെങ്കിലും തെളിവ് കൊടുക്കാൻ പറ്റുമോ? കമ്മീഷൻ വാങ്ങിയതിന് ആർക്കെങ്കിലും തെളിവ് കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ഇത് ജില്ലാ കമ്മിറ്റിയിൽ ഞാൻ ഉന്നയിച്ചപ്പോൾ അതിനും കമ്മീഷൻ വെച്ച് തെളിവ് ഹാജരാക്കിയില്ല എന്ന് പറഞ്ഞ് തള്ളുകയാണ് ചെയ്തത്. അന്വേഷണ കമ്മീഷൻ എല്ലാം പ്രഹസനായി മാറുകയാണ് ചെയ്തത്. ഈ പറഞ്ഞ എല്ലാ ഞാൻ എൻ്റെ പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, 2 തരത്തിലാണ് കമ്മീഷൻ ഉപയോഗപ്പെടുത്തുന്നത്. ഒന്ന്, തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കണമെങ്കിൽ ഒരു കമ്മീഷൻ വെച്ചാൽ മതി. 2, തെറ്റ് ചെയ്യാത്തവരെ ക്രൂശിക്കണമെങ്കിൽ അതിനും കമ്മീഷൻ വെച്ചാൽ മതി. ഈ 2 വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് നേരിട്ടുള്ള അനുഭവമാണ്. രണ്ടിലും കുഞ്ഞുകൃഷ്ണനെ ക്രൂശിക്കാനുള്ള മാർഗമായിട്ടാണ് മാറ്റിയത്. അതെ, അല്ലെങ്കിൽ എന്നെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട കാര്യമില്ലല്ലോ. അന്ന് ജില്ലാ സെക്രട്ടറി MV ജയരാജൻ നടത്തിയ എല്ലാ മാധ്യമ സമ്മേളനങ്ങളിലും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. തെറ്റിയാത്ത എന്നെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി. മറ്റവർ കണക്ക് അവതരിപ്പിക്കാൻ വൈകി എന്നുള്ളതുകൊണ്ട് ചില നടപടിയെടുത്തു. 1 വർഷം പൂർത്തിയാകുന്ന തീയതിക്ക് അവരെ മുഴുവൻ തിരിച്ചെടുത്തു. ഞാൻ മാറി നിന്ന സ്ഥലത്ത് തന്നെ. ഈ പാർട്ടി സംവിധാനങ്ങളിൽ നിൽക്കുന്നവർ പിരിച്ചെടുത്ത ഫണ്ടുകൾ വ്യാപകമായി ക്രമക്കേട് നടന്നു എന്ന് താങ്കൾ പറയുന്നു. വ്യാപകമായി എന്നൊന്നും പറയാൻ പറ്റില്ല.
അത് സ്വാഭാവികമാണ്. ചിലപ്പോൾ ക്രമക്കേടുകൾ ഉണ്ടാകുക എന്നുള്ളത് അത് കണ്ടെത്തി അത് ഇല്ലാതാക്കുക എന്നതാണ് പാർട്ടിയുടെ ചുമതല. ആ ചുമതലയാണ് ഞാൻ നിർവഹിച്ചത്. ഇങ്ങനെ നിരന്തരമായിട്ട് പാർട്ടിക്കുള്ളിൽ നിന്ന് പറയുമ്പോഴും പാർട്ടി നേതൃത്വം എന്തുകൊണ്ടാണ് താങ്കളെ അവിശ്വസിക്കുന്നത്? എന്നെ അവിശ്വസിച്ചു എന്ന് ഞാൻ കാണുന്നില്ല. പക്ഷെ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിനേക്കാൾ അവർക്ക് മുഖ്യമായ കാര്യം. ഈ രക്തസാക്ഷി ഫണ്ടിൽ എങ്ങനെ തിരിമറി നടത്തി എന്നുള്ളതിലൊരു വ്യക്തതയാണ്. ഒന്നും ഞാൻ നേരത്തെ പറഞ്ഞു, വരവിൽ കുറവ് കാണിച്ചു. യഥാർത്ഥത്തിലുള്ള വരവ് പൂർണ്ണമായും കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 2, വീട് നിർമ്മാണത്തിന് ചെലവായ സംഖ്യയല്ല, അതിനേക്കാൾ ഉപരി സംഖ്യ ചെലവഴിച്ചു എന്ന് കണക്ക് അവതരിപ്പിച്ചു.